ഈ SWP ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പല ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വിഡ്രോവലുകളാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 12% മാത്രമേ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മൾക്ക് ഒരു വർഷം 1.25 ലക്ഷം രൂപ വരെ ഇന്നത്തെ നിയമം അനുസരിച്ച് ടാക്സ് ഇല്ലാതെ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഓരോ മാസവും ഇപ്പോൾ ഒരു ആവറേജ് ഒരു 10,000 രൂപ വെച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് മിക്കവാറും ഈ കാര്യം കൊണ്ട് ടാക്സ് വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 10,000 രൂപ പിൻവലിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള യൂണിറ്റും അതിൻ്റെ കുറച്ച് ലാഭവും അടക്കം ഒരു തുകയാണ് അതിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നത്. ബാക്കി തുക അവിടെ കിടന്ന് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതൽ ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല എല്ലാ മാസവും ആ തീയതിയിൽ അത്രയും എമൗണ്ട് നമുക്ക് ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ്. IDWയിൽ എങ്ങനെയാണ് കമ്പനി അനൗൺസ് ചെയ്യണം ഇത്രാം തീയതി ഇത്ര രൂപ തരും എന്നുള്ളത്. പക്ഷേ ഇതിൽ നമ്മളാണ് SWPയിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത്രാം തീയതി ഇത്ര രൂപ എനിക്ക് വേണം എന്ന് പറയുന്നത് നമ്മളായതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഉയർന്ന ടാക്സ് നിലവാരമുള്ള ആളുകൾക്ക് ഈ SWP നല്ലതാവും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ SWPയിൽ പിൻവലിക്കുന്ന ലാഭത്തിൻ്റെ 12% മാത്രമേ ടാക്സ് ഉള്ളൂ. ഉയർന്ന ടാക്സ് ലാബിൽ എത്രയൊക്കെ ടാക്സ് ഉണ്ട്? 30%, 20% ഒക്കെ ടാക്സ് ഉണ്ട്. അതിനേക്കാളൊക്കെ താഴ്ന്ന് നമുക്ക് ലാഭത്തിന് ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന ടാക്സ് ബ്രാക്കറ്റുള്ളവർക്ക് SWP ആയിരിക്കും നന്നാവുക. താഴ്ന്ന ടാക്സ് ബ്രാക്കറ്റുള്ളവർക്ക് IDCW നന്നാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം.